സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. നാളെ 9 ജില്ലകൾക്കും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത 4 ദിവസം കൂടി മഴ തുടരുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. സുനിഷ അയ്യല്ലൂർ വിവരങ്ങൾ നൽകും. സുനിഷ, അപ്പോൾ ഇന്നും വരും ദിവസങ്ങളിലും എല്ലാം കനത്ത മഴ പ്രതീക്ഷിക്കണം അല്ലേ? ശ്രുതി പ്രതീക്ഷിക്കണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം. എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിലെല്ലാം തന്നെ ഇന്നലെ രാത്രി മുതൽ മഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നും പരക്കെ മഴ ലഭിക്കാനുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. ഇന്നും അലേർട്ടുകളുണ്ട്. അത് 6 ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഒപ്പം തന്നെ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ഇങ്ങനെ 6 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂർ മധ്യ തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകാനുള്ള ഒരു കാരണം കൂടി മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാലവർഷം അത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം പടിഞ്ഞാറ് അറബിക്കടലിന് മുകളിലെല്ലാം വ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ പരക്കെ മഴ അത് അടുത്ത ദിവസങ്ങളിലെല്ലാം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. നാളെ 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ഉണ്ട്. അങ്ങനെ അടുത്ത 5 ദിവസം കൂടി ഇതേ രീതിയിൽ മഴ തുടരുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ശക്തമായ കാറ്റ്, ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ്. ശക്തമായ കാറ്റ് 50 കിലോമീറ്റർ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. അതുകൊണ്ട് മലയോര തീരദേശ മേഖലകളിലെല്ലാം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. ഇന്നു മുതലാണ് വിലക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ 27 വരെ കടലിൽ പോകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. ഏതായാലും മഴ ഇന്നും പരക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് മഴ കനക്കും. ഒപ്പം തന്നെ നാളെ വടക്കൻ കേരളത്തിലും കനത്ത മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ശരി, സുനിഷ അയ്യല്ലൂരാണ് ഇന്നും അടുത്ത ദിവസങ്ങളിലും പ്രതീക്ഷിക്കേണ്ട കാലാവസ്ഥ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്.